സെവൻത് സ്റ്റാൻഡേർഡിൻ്റെ തേർഡ് ലെസണായ ഭാരത് രത്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന ലെസൺ നോക്കാം. ടെക്സ്റ്റ് എടുത്തോളണം, മറന്നു പോകരുത്. ലെസണിലോട്ട് പോകാം. 5 सितंबर की शाम एक घर के बाहर कुछ लोग हाथों में फूल लिए खड़े थे. സെപ്റ്റംബർ 5 5 സിതംബർ സെപ്റ്റംബർ 5-ാം തീയതി ഷാം കോ, ടൈം ഷാം എന്ന് വെച്ചാൽ വൈകുന്നേരം, ഒരു വീടിൻ്റെ വെളിയിൽ കുറച്ച് ആൾക്കാർ കൈകളിൽ പൂക്കളുമായിട്ട് നിൽക്കുകയായിരുന്നു. ഇൻമേ കുച്ച് അധ്യാപക് ഓർ വിദ്യാർത്ഥി ഭി ഥേ. അതിൽ കുറച്ച് പേര് അധ്യാപകരും കുറച്ച് പേര് സ്റ്റുഡൻസും ആയിരുന്നു. घर का दरवाज़ा खुला और एक सज्जन मुस्कुराते हुए बाहर आए. വീട്ടിലെ ദർവാസ ഡോർ തുറക്കപ്പെട്ടു. एक सज्जन मुस्कुराते हुए बाहर आए. ഒരു സജ്ജൻ എന്ന് പറഞ്ഞാൽ ഒരു ജെൻറ്റിൽമാൻ ചിരിച്ചുകൊണ്ട് വെളിയിലേക്ക് വന്നു. उन्हें देखते ही सब एक स्वर में बोल उठे जन्मदिन की बधाई हो. അദ്ദേഹത്തെ കണ്ടതും എല്ലാവരും, അതായത് വീട്ടിന് പുറത്ത് കാത്തുനിന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞു ജന്മദിൻ കി ബധായി ഹോ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞു. സജ്ജൻ ने बड़े आदर के साथ सबका स्वागत किया और उन्हें भीतर ले गए. അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാവരെയും വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി വീട്ടിനകത്തേക്ക് സ്വാഗതം ചെയ്തു. बैठते हुए एक शिक्षक ने उनसे कहा डॉक्टर साहब आज आपका जन्मदिन है. ഇരിക്കുന്നതിനിടയിൽ ഒരു അധ്യാപകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടർ സാബ് ഇന്ന് താങ്കളുടെ ബർത്ത്ഡേ ആണ്. ഇസ് അവസർ പർ ഹം ആപ്കോ കുച്ച് ദേനാ ചാഹത്തെ ഹെ. ഈ അവസരത്തിൽ, ഈ ടൈമിൽ ഒരു കാര്യം തരാൻ ആഗ്രഹിക്കുന്നു. അത് എന്താണെന്നോ അതൊരു ഗിഫ്റ്റ് ആണെന്നോ ഇവിടെ പറയുന്നില്ല. ബർത്ത്ഡേ ആയതുകൊണ്ട് അതൊരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. ഡോക്ടർ സാഹബ് മുസ്കുരായെ ഓർ ബോലി. അദ്ദേഹം ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തന്നെയാണത്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യഹാ ഹം ശിക്ഷകോ കെ അലാവ അനേക വിദ്യാർത്ഥി ഭി ഹെ. ഇവിടെ നമ്മൾ അധ്യാപകരെ കൂടാതെ, ടീച്ചേഴ്സിനെ കൂടാതെ ധാരാളം വിദ്യാർത്ഥികളും ഉണ്ടല്ലോ. शिक्षक होने के नाते हमारा कर्तव्य है कि हम अपने विद्यार्थियों को ऐसी शिक्षा दें कि वे समाज के जिम्मेदार नागरिक बन सके. അധ്യാപകർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയത് കാരണം നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ് ആ ഡ്യൂട്ടി? ഹം അപ്നെ വിദ്യാർത്ഥിയോ കോ ഐസി ശിക്ഷ ദേ കി വേ സമാജ് കെ ജിമ്മേദാർ നാഗരിക് ബൻ സക്കെ. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നാം കൊടുക്കേണ്ട ഒരു അറിവ് എന്ന് പറയുന്നത് അവർ ഈ സമൂഹത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സിറ്റിസണായിട്ട് മാറണം എന്നതാണ്. ഇസ് അവസർ പ്രതി ആപ് സബ് മുझे ഉപഹാർ ദേനാ ചാഹത്തെ ഹെ तो मेरा अनुरोध है कि 5 सितंबर का दिन किसी एक शिक्षक के जन्मदिन के रूप में नहीं बल्कि शिक्षक दिवस के रूप में मनाया जाए. ഈ അവസരത്തിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഗിഫ്റ്റ് തരുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് ആവശ്യമെന്ന് പറയുന്നത് എന്താണ്? മേര അനുരോധ് ഹേ, എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് 5 സിതംബർ കാ ദിൻ കിസി ഏക് ശിക്ഷക് കെ ജന്മദിൻ കെ രൂപ മേ നഹി. ഈ 5 സെപ്റ്റംബർ എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ്റെ ബർത്ത്ഡേ എന്ന രൂപത്തിലല്ല, പിന്നെയോ ശിക്ഷക് ദിവസ് കെ രൂപ മേ മനായ ജായ്. അധ്യാപക ദിവസമായിട്ട്, ടീച്ചേഴ്സ് ഡേ ആയിട്ട് അന്നത്തെ ദിവസം ആഘോഷിക്കണം. അതായത് അന്നത്തെ ദിവസം ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഡേ ആയ അധ്യാപക ദിവസമായിട്ട് ആഘോഷിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന എന്നാണ് പറഞ്ഞത്. यह सभी शिक्षकों के लिए सम्मानजनक होगा और मेरे लिए गर्व की बात. ഇത് എല്ലാ ടീച്ചേഴ്സിനും ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതോടൊപ്പം എനിക്കൊരു അഭിമാന കാര്യവുമായിട്ട് മാറും. तभी से प्रतिवर्ष हम 5 सितंबर शिक्षक दिवस के रूप में मनाते आ रहे हैं. അന്ന് മുതൽക്കാണ് എല്ലാ വർഷവും നമ്മൾ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്.
ऐसे थे हम सभी के प्रिय शिक्षक और भारत के द्वितीय राष्ट्रपति डॉक्टर सर्वेपल्ली राधाकृष्णन, जिन्हें हम अपने जीवन के लगभग 40 वर्ष അധ്യാപക कार्य में बिताए. ഇങ്ങനെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപകനായ അതോടൊപ്പം ഭാരതത്തിൻ്റെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏകദേശം 40 വർഷത്തോളം അധ്യാപകനായിട്ടാണ് ചിലവഴിച്ചത്. वर्ष 1888 में चेन्नई के निकट तिरुत्तानी में राधाकृष्णन का जन्म हुआ. 1888 ചെന്നൈയുടെ അടുത്തുള്ള തിരുത്താനി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇൻകെ പിതാ ശ്രീ വീരസ്വാമി ഉയ്യ സ്വയം ഏക് അധ്യാപക് थे. അദ്ദേഹത്തിൻ്റെ അച്ഛനായ ശ്രീ വീരസ്വാമി ഉയ്യ എന്ന് പറയുന്ന അദ്ദേഹവും ഒരു അധ്യാപകനായിരുന്നു. ബാലക് രാധാകൃഷ്ണനെ 12 वर्षों तक अपने पिता के संरक्षण में शिक्षा प्राप्त की. ബാലകനായ രാധാകൃഷ്ണൻ തൻ്റെ 12 വയസ്സ് വരെ അച്ഛൻ്റെ കീഴിലാണ് വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. फिर इनकी उच्च शिक्षा वेल्लोर और चेन्नई के ക്രിസ്ത്യൻ കോളേജ് മേ ഹുയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം വെല്ലോറിലും അതോടൊപ്പം ചെന്നൈയിലെ ക്രിസ്ത്യൻ കോളേജിലുമായിട്ടാണ് നടന്നത്. യഹി BA की पढ़ाई करते समय राधाकृष्णन ने स्वामी विवेकानंद के भाषण सुने. ഇവിടെ വെച്ച് BA വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തു? സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗം കേട്ടത്. ये भाषण तर्कों पर आधारित और चिंतन मनन से भरे थे. ആ ഭാഷൺ എന്ന് പറഞ്ഞാൽ പ്രസംഗം. സ്വാമി വിവേകാനന്ദൻ്റെ ആ പ്രസംഗം തർക്കോം ഓർ ചിന്തൻ മനൻ സെ ഭരേ ഥേ. സ്വാമി വിവേകാനന്ദൻ്റെ ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. രാധാകൃഷ്ണ പർ ഇൻകാ ഗഹരാ പ്രഭാവ് പട. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന് ആ പ്രസംഗം വളരെയധികം പ്രഭാവപ്പെട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ വളരെയധികം സ്വാധീനിച്ചു. സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെയധികം സ്വാധീനിച്ചു. തബി സേ ദർശൻ ശാസ്ത്ര ഫിലോസഫി മേ ഇൻകി രുചി ഉത്പന്ന ഹോ ഗയി. അന്ന് മുതൽ അദ്ദേഹത്തിന് ഫിലോസഫിയോടുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നു. ആകെ കി പഠായി കെ ലിയെ ഉനോനെ യഹി വിഷയ് ചുന. തൻ്റെ മുന്നോട്ടുള്ള എഡ്യൂക്കേഷനും അദ്ദേഹം ഈ സബ്ജക്റ്റാണ് തിരഞ്ഞെടുത്തത്. अपनी पढ़ाई पूरी कर इन्होंने चेन्नई के एक कॉलेज में अध्यापन कार्य आरंभ किया. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം ചെന്നൈയിലെ ഒരു കോളേജിൽ തൻ്റെ അധ്യാപക ജീവിതം ആരംഭിച്ചു. जल्द ही इनकी नियुक्ति मैसूर के महाराजा कॉलेज में ദർശൻ ശാസ്ത്ര പഠാനെ കെ ലിയെ ഹോ ഗയി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ മൈസൂറിലെ മഹാരാജ കോളേജിലെ ഫിലോസഫി പഠിപ്പിക്കുവാനായിട്ട് നിയമിച്ചു. ഇൻകി കക്ഷ ഹമേഷ ഛാത്രോം സെ ഭരി രഹത്തി ഥി. ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് എപ്പോഴും വിദ്യാർത്ഥികളാൽ നിറഞ്ഞിരിക്കും. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ക്ലാസ് അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അതായിരുന്നു കാരണം. അംഗ്രേസി ഭാഷ മേ ജബ് ये धारा प्रवाह बोलते तो छात्र पलक झपकाना भूल जाते हैं. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ വളരെ ധാരാപ്രവാഹം എന്ന് വെച്ചാൽ ഫ്ലൂവൻ്റ്, വളരെ ഫ്ലൂവൻ്റായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടികൾ കണ്ണിമ ചിമ്മാൻ പോലും മറന്ന് ഇരുന്നു പോകും. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷ. केवल 3 वर्षों के अध्यापन में ही इनकी ख्याति सर्वश्रेष्ठ शिक्षक के रूप में फैल गई. അദ്ദേഹം ഏകദേശം 3 വർഷത്തോളം അധ്യാപക ജീവിതം നയിച്ചു. അത്രയും കാലം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഏറ്റവും ശ്രേഷ്ഠനായ അധ്യാപകൻ എന്ന രൂപത്തിൽ വ്യാപിച്ചു. അദ്ദേഹം അധ്യാപന ജീവിതം തുടങ്ങി 3 വർഷമായപ്പോഴേക്കും നല്ല അധ്യാപകൻ, ശ്രേഷ്ഠനായ അധ്യാപകൻ എന്നുള്ള പേരിൽ ഫേമസ് ആയി. कोलकाता विश्वविद्यालय ने डॉक्टर राधाकृष्णन को अपने यहाँ प्रोफेसर के पद के लिए नियुक्त पत्र भेजा. കൊൽക്കത്ത വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി, കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന്
പ്രൊഫസർ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? നിയുക്തി പത്ര ഭേജ. നിയുക്തി പത്രം എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ അയച്ചു. इससे മൈസൂർ കെ കോളേജ് കെ ഛാത്രോ മേ ഹൽചൽ മച്ച് ഗയി. അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു? മൈസൂരിലെ കോളേജിലെ കുട്ടികൾ ബഹളമുണ്ടാക്കി. കോയി ഭി അപ്നെ പ്രിയ അധ്യാപക് സെ അലഗ് നഹി ഹോനാ ചാഹ്താ ഥാ. ആരും തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനിൽ നിന്നും അകലുവാൻ ആഗ്രഹിച്ചില്ല. ലേക്കിൻ ഛാത്ര ഉനെ രോക്ക് നഹി പായെ. പക്ഷേ ആ സ്റ്റുഡൻസിന് അദ്ദേഹത്തെ തടയുവാൻ സാധിച്ചില്ല. അന്തുമേ ഛാത്രോനെ അപ്നെ പ്രിയ പ്രൊഫസർ കോ ഏക് ഗാഡി മേ ബിഠായ. ലാസ്റ്റ് എന്ത് ചെയ്തു? തങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസറിനെ അവർ ഒരു വണ്ടിയിൽ ഇരുത്തി. അപ്നെ ഹാത്തോ സെ ഉസ് ഗാഡി കോ ഖീഞ്ച് കർ സ്റ്റേഷൻ തക് ലായെ. തങ്ങളുടെ കൈകൾ കൊണ്ട്, അതായത് അവർ തന്നെ ആ വണ്ടിയെ വലിച്ച് സ്റ്റേഷനിൽ എത്തിച്ചു. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. ഓർ ഭാവഭീന് വിദായി ദേക്കർ അപ്ന ഹാർദിക് അഭാവ് പ്രകട് കിയ. അദ്ദേഹത്തിന് വളരെ ഭാവഭീനി വിദായി ദേക്കർ, വളരെ ഇമോഷണലായിട്ടുള്ള ഒരു യാത്രയയപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തത്. कोलकाता में भी डॉक्टर राधाकृष्णन छात्रों और अपने सह अध्यापकों के बीच शीघ्र ही लोकप्रिय हो गए. കൊൽക്കത്തയിലും അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളുടെ ഇടയിലും സഹ അധ്യാപകരുടെ ഇടയിലും വളരെയധികം ഫേമസായി. इनकी योग्यता से प्रभावित होकर ब्रिटिश सरकार ने इन्हें ऑक्सफोर्ड विश्वविद्यालय में പ്രൊഫസർ का पद दिया. അദ്ദേഹത്തിൻ്റെ ആ ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ കഴിവ് കണ്ട് ഇൻസ്പയർ ആവുകയും, പ്രഭാവിത് ഹോന ഇൻസ്പയർ ആവുക, എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറിൻ്റെ ആ ഒരു സ്ഥാനം നൽകി. अब प्रोफेसर राधाकृष्णन 6 महीने इंग्लैंड में रहते और 6 महीने कोलकाता में. ഇപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ 6 മന്ത് ഇംഗ്ലണ്ടിലും 6 മന്ത് കൊൽക്കത്തയിലുമായിട്ടാണ് ചിലവഴിക്കുന്നത്. वे कहते थे अध्यापक का कर्तव्य है कि वह भी स्वाध्याय करे, ज्ञान का प्रकाश चारों ओर फैलाए. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഒരു അധ്യാപകൻ്റെ കർത്തവ്യമെന്ന് പറയുന്നത് അദ്ദേഹവും സ്വയം പഠിക്കുകയും തൻ്റെ ജ്ഞാൻ എന്ന് പറഞ്ഞാൽ നോളേജ്, അറിവ് ആകുന്ന പ്രകാശം തൻ്റെ ചുറ്റുപാടും വിതറുക എന്നായിരുന്നു അദ്ദേഹം പറയാറുള്ളത്. സച്ചി ലഗൻ, കടി മെഹനത് और आत्मविश्वास से ही इस जीवन में मनोवांछित वस्तु पाई जा सकती है. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടണമെങ്കിൽ സച്ചി ലഗൻ, കടി മെഹനത് ഓർ ആത്മവിശ്വാസ് ചാഹിയേ. ലഗൻ എന്ന് പറഞ്ഞാൽ പാഷൻ, സച്ചി ലഗൻ ട്രൂ പാഷൻ. അതോടൊപ്പം എന്താണ്? കടി മെഹനത് കഠിനമായ ഹാർഡ് വർക്ക്, മെഹനത് ഹാർഡ് വർക്ക്. അതോടൊപ്പം ആത്മവിശ്വാസ് സെൽഫ് കോൺഫിഡൻസ്. ഇവ ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ നമുക്ക് തരുന്ന ഉപദേശം ആണ്. അതോടൊപ്പം എന്താണ്? ഏ സ്വയം ഭി ബാര ഖണ്ഡേ അധ്യയൻ കർത്തേ ഥേ. അദ്ദേഹം അധ്യാപകനായിട്ട് പോലും ഏകദേശം 12 മണിക്കൂറോളം അധ്യയനത്തിനായിട്ട് പഠിക്കുവാനായിട്ട് ചെലവഴിക്കുമായിരുന്നു. डॉक्टर राधाकृष्णन आंध्रा विश्वविद्यालय और काशी हिंदू विश्वविद्यालय के कुलपति भी रहे. ഡോക്ടർ രാധാകൃഷ്ണൻ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലും അതോടൊപ്പം കാശി ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും കുൽപതി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. കുൽപതി എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലറായിട്ടും ഇരുന്നിട്ടുണ്ട്. ഫിർ സോവിയറ്റ് സംഘ് കെ രാജ്ദൂത് ബനായേ ഗയേ. അതിനുശേഷം അദ്ദേഹം സോവിയറ്റ് യൂണിയനിലെ അംബാസഡറായിട്ടും നിയമിച്ചു. वे स्वतंत्र भारत के पहले उपराष्ट्रपति तथा दूसरे राष्ट्रपति बने. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. वास्तव में डॉक्टर राधाकृष्णन इन उच्च पदों को पाकर भी शिक्षक कहना ही पसंद करते थे. ഇത്രയും ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചിരുന്നെങ്കിലും അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഒരു അധ്യാപകൻ എന്ന് അറിയപ്പെടാനായിരുന്നു. ऐसे विनम्र और सरल व्यक्ति संसार में बिरले ही पाए जाते हैं. ഇത്രയും വിനീതനും
വളരെ ലളിതമായ വ്യക്തിത്വമുള്ളതുമായ ആൾക്കാരെ ഈ ലോകത്തിൽ വളരെ റെയറായിട്ട് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ.